ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ വിശേഷങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ പ്രൊമോയെ പറ്റി പറയുകയാണെങ്കിൽ കിടുക്കാച്ചി ഒരു പ്രൊമോ തന്നെയാട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കല്യാണ ആലോചനയായിട്ട് അർജുൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നടക്കാൻ പോകുന്ന സീന് ഡാർക്കായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിൽ നമ്മൾ കാണുന്നത്. കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള ഒരു പ്രൊമോയായിരുന്നു, പക്ഷേ ആ ഒരു പ്രൊമോ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു കേട്ടോ. നമുക്കറിയാം, ഇന്നത്തെ എപ്പിസോഡില് രാഘവനുണ്ണി കാവ്യയ്ക്ക് ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് കല്യാണ ആലോചനയായിട്ട് ഉടൻ തന്നെ മുമ്പോട്ട് പോകാം. അർജുൻ കാവ്യ കല്യാണ ആലോചനയായിട്ട് ഉടൻ തന്നെ മുമ്പോട്ട് പോകാം. കേസ് കഴിയാനും നിൽക്കേണ്ട മോളെ, ഉടൻ തന്നെ അതുമായിട്ട് മുമ്പോട്ട് പോകാന്ന് കാവ്യയോട് രാഘവനുണ്ണി വക്കീൽ പറയുന്നുണ്ട് അല്ലെ. അപ്പോ ഈ ഒരു വാക്കിന്റെ പുറത്താണ് നമ്മൾ പ്രമേയിൽ കാണാം, കുറുപ്പും കാവ്യയും അമ്മയെല്ലാം കൂടെ കൂടിയിട്ട് കല്യാണാലോചനയുടെ ഡേറ്റ് കുറിക്കാനായിട്ട് ശംഖുചക്രൻ തറവാട്ടിലേക്ക് എത്തിയാണ് കേട്ടോ. അവിടെ നടക്കുന്ന സീനുകൾ പ്രമേയം നമുക്ക് കാണാം. അർജുൻ അങ്ങ് പൊട്ടിത്തെറിക്കുക. അതായത് തന്റെ സമ്മതം ഇല്ലാതെ തന്റെ കല്യാണാലോചന, തന്റെ കല്യാണ തീയതി കുറിക്കാനായിട്ട് ഇതേ എത്തിയിരിക്കുന്നു. താൻ മനസ്സാ വാച അറിയാത്ത കാര്യം. അപ്പൊ ബന്ധങ്ങളുടെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അതായത് അർജുനും കാവ്യയും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ അതിനും ഒരു അടിവര ശരിക്കും പറഞ്ഞാൽ അർജുൻ ഇടുകയാണ്. ആ ബന്ധങ്ങളൊക്കെ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, അത് പിന്നെ നോക്കാം. എന്റെ സമ്മതമില്ലാതെ, ഞാൻ അറിയാതെ ഏകപക്ഷീയമായിട്ട് എന്റെ കല്യാണക്കുറി കല്യാണ തീയതി കുറിക്കാനായിട്ട് നിങ്ങളോട് ആരാണ് പറഞ്ഞത് എന്ന് കുറുപ്പിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ് അർജുൻ. ഇത് കേൾക്കുമ്പോൾ കുറുപ്പാണെങ്കിൽ അങ്ങോട്ട് ആവിയായി പോകും. എന്താ, ഒരു ഐസായി പോകുന്ന ഒരു സീനാണ്. കുറുപ്പ് ഒരു സ്വപ്നത്തിൽ പോലും കുറുപ്പും കാവ്യൊന്നും ഇങ്ങനെ ഒരു മറുപടി അർജുന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഉണ്ടായില്ല കേട്ടോ. ഇനി ശംഖുചക്രം തറവാട്ടിൽ എന്തൊക്കെയായിരിക്കും നടക്കാനായിട്ട്. മിക്കവാറും നമ്മൾ ഹെവി സീനുകൾ കാണേണ്ടി വരും. അർജുനും രാഘവനുണ്ണി വക്കീലും തമ്മിൽ വലിയ പോട്ടി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. മിക്കവാറും അർജുനെ കയറി അടിക്കാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും ഇറങ്ങി പോകാൻ പറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പല ചാൻസുകളും കാണുന്നുണ്ട്. പിന്നെ അടുത്ത പ്രശ്നം, ഇത്രയും വലിയൊരു നാണക്കേട് അർജുൻ ഇങ്ങനെ പറഞ്ഞു, വലിയൊരു നാണക്കേടാ ശരിക്കും പറഞ്ഞാൽ കുറുപ്പിനും കാവ്യക്കൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാൽ കുറുപ്പും കാവ്യയും കൂടി രാഘവനുണ്ണിയോട് എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണെങ്കിലും ഒരു ചെറിയൊരു പ്രൊമയാണെങ്കിലും വലിയൊരു ഇമ്പാക്റ്റും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു. എന്താണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊമോയുടെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. കാത്തിരിക്കുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ടേക്ക് കെയർ, ബൈ ബൈ.